BJPക്ക് 2020-ലേക്കാൾ മോശപ്പെട്ട പെർഫോമൻസ് മാത്രമായിരിക്കും. അതിഭയങ്കരമായ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന രാഷ്ട്രീയ അടിയൊഴുക്ക് തലസ്ഥാനത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2020-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് ഒരു വർഷമായപ്പോൾ 2021-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്ന് ഓർത്തു നോക്കണം. എങ്ങനെയാണ് ഓർത്തു നോക്കേണ്ടത്? രാഷ്ട്രീയമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ, ജനജീവിതത്തെ എങ്ങനെ ബാധിച്ചു, എങ്ങനെ സ്വാധീനിച്ചു, എങ്ങനെ ഗുണപരമായി മാറ്റിമറിച്ചു, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 2020 നമ്മൾ സാധാരണ പറയാറുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ് എന്നൊക്കെ രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും പൊതുവെ പറയാറുള്ള ഒരു ക്ലീഷേ വാക്കാണ്. പക്ഷെ അതിനപ്പുറം 2020-ൽ സംഭവിച്ചത് എന്താണ്? സെമി ഫൈനൽ എന്ന ആ രാഷ്ട്രീയ പദാവലി അക്ഷരാർത്ഥത്തിൽ പുലർന്നു, യാഥാർത്ഥ്യമായി. 2021 ഏപ്രിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ, അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. ആ ഭരണം തുടരുകയാണ്. ആ ഭരണത്തുടർച്ച എന്ന വാക്ക് തന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെയും മാധ്യമ വിദ്യാർത്ഥികളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും അപ്പുറം സാധാരണക്കാരുടെ വരെ ചുണ്ടിൽ, അവരുടെ പദാവലിയിൽ, അവരുടെ വൊക്കാബുലറിയിൽ പ്രധാനപ്പെട്ട ഒരു സാധാരണ വാക്കായി മാറി. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭരണത്തുടർച്ചയ്ക്ക് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങനെ കളമൊരുക്കിയോ അതിന് തുല്യമായതോ അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായ വ്യാപ്തിയുള്ളതോ ആയ ഒരു സെമി ഫൈനലിലും കളമൊരുക്കലിനുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നത്. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണവും ഒരു പോയിന്റും ആദ്യം തന്നെ പറയാം. തിരുവനന്തപുരം നഗരസഭ 2020-ൽ ഇഞ്ചോടിഞ്ച് എന്ന് പറയുകയും ആ ഇഞ്ചോടിഞ്ചിനൊടുവിൽ 2015-ലേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം ജയിക്കുകയും ചെയ്ത തിരുവനന്തപുരം നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ 2025-ൽ അതിഭയങ്കരമായ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന രാഷ്ട്രീയ അടിയൊഴുക്ക് തലസ്ഥാനത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വെറുമൊരു വർത്തമാനം പറച്ചിലല്ല. രാഷ്ട്രീയമായി കാര്യങ്ങൾ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഈ ദിവസങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉള്ള ഒരു സ്പന്ദനം, അന്തർഗതം, രാഷ്ട്രീയമായ അന്തർഗതം ഇതാണ്. തലസ്ഥാനത്ത് ഇടതുപക്ഷം വീണ്ടും വരുന്നു. BJPക്ക് 2020-ലേക്കാൾ മോശപ്പെട്ട പെർഫോമൻസ് മാത്രമായിരിക്കും. പക്ഷേ കോൺഗ്രസ് 2020-ലേക്കാൾ UDF, കോൺഗ്രസ് നയിക്കുന്ന UDFും 2020-ലേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചേക്കാം എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് മാത്രം നമ്മൾ തലസ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രവചന സ്വഭാവമുള്ള രാഷ്ട്രീയ വിശകലനമാണ്. മറ്റൊരിടത്തെയും ത്രിതല പഞ്ചായത്തുകളെക്കുറിച്ചോ നഗരസഭകളെക്കുറിച്ചോ കോർപ്പറേഷനുകളെക്കുറിച്ചോ നമ്മൾ ഇപ്പോൾ ഇത്തരം ഒരു വിശകലനത്തിലും പ്രവചന സ്വഭാവമുള്ള രാഷ്ട്രീയ വിശകലനത്തിനും തയ്യാറാവുന്നില്ല. പക്ഷേ പൊതുവായി നേരത്തെ നമ്മൾ ആമുഖമായി പറഞ്ഞ ആ വിശകലനം അങ്ങനെ തന്നെയാണ്. 2020 എങ്ങനെ 2021-ലെ ഇലക്ഷന് സെമി ഫൈനലായോ അതേപോലെ തന്നെ 2025-26 ഇലക്ഷന് സെമി ഫൈനലാവുകയാണ്. നമ്മൾ സാധാരണ പറയാനുള്ള കാര്യമുണ്ട്, ഭരണത്തുടർച്ചയ്ക്ക് കളമൊരുക്കിയ ചില സാഹചര്യങ്ങൾ. അതായത് വീണ്ടും ഒന്നുകൂടി എടുത്തു പറയാം, കേരളത്തെ നടുക്കിയ, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ തീരദേശ മേഖലയെ നടുക്കിയ, നിരവധി ആളുകളുടെ മരണത്തിനും വലിയ നാശനഷ്ടത്തിനും ഇടയാക്കിയ ഓഖി കൊടുങ്കാറ്റ്, കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ഭയങ്കരമായി പിടിച്ചു കുലുക്കിയ 25-26 പേരുടെ മരണത്തിനിടയാക്കിയ നിപ്പ, ലോകത്തെ ആകെ തകിടം മറിച്ച കോവിഡ്, അതുപോലെ 2 പ്രളയങ്ങൾ, 2018-ലെ മഹാപ്രളയവും 2019-ലെ മഹാമാരിയും, ഇതെല്ലാം അതിജീവിക്കാൻ, ഇതിൻ്റെ എല്ലാം പ്രതിസന്ധികളെ, ഇതിൻ്റെ എല്ലാം ട്രോമയെ അതിജീവിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയ
ഒരു ഭരണാധികാരിയും അദ്ദേഹം നയിക്കുന്ന ഒരു ഗവൺമെൻറ്റും അതിന് രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി മുന്നണി അതാണ് ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അവർക്ക് മറ്റെല്ലാ തരത്തിലുള്ള പോരായ്മകളെയും മാറ്റിവെച്ച് ജനം പിന്തുണ കൊടുത്തു. അങ്ങനെയാണല്ലോ ഒരു ഗവൺമെൻറ്റും ഒരു ഭരണമുന്നണിയും ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും പോരായ്മകളില്ലാത്തവരല്ല. ഒരു കാലത്തും ഒരു സംസ്ഥാനത്തും ഒരു രാജ്യത്തും അങ്ങനെയല്ല. പക്ഷേ പോരായ്മകളെ മറികടക്കുന്ന നന്മകളും കാര്യശേഷിയും ജനപക്ഷ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഭരണാധികാരികളും മുന്നണികളും പാർട്ടികളും ഗവൺമെൻറ്റുകളും പോരായ്മകളെ മറികടക്കുന്നത്. കേരളത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരും അതുതന്നെയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ വിജയം കൊടുത്തതും 2021 ഭരണ തുടർച്ചയ്ക്ക് കളമൊരുക്കിയതും. ഓർത്തു നോക്കണം, 2020 ജൂലൈ 5 കേരളത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് വലിയ വാർത്തയായ, അതിനുശേഷം ഇന്നോളം യഥാർത്ഥത്തിൽ ഇപ്പോഴും തുടർചലനങ്ങൾ അവസാനിച്ചിട്ടില്ലാത്ത സ്വർണ്ണക്കള്ളക്കടത്ത്, അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ, കേന്ദ്ര ഏജൻസികൾ 5 എണ്ണം, BJP അല്ലെങ്കിൽ ഇവിടെ UDF നയിക്കുന്ന പ്രതിപക്ഷം, അങ്ങനെ പല തലങ്ങളിൽ നിന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പായ കാലം. എന്നിട്ട് പോലും ഭരണ തുടർച്ച ഉണ്ടായതും അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയതും ഈ പറഞ്ഞ ജനപക്ഷ നയങ്ങളും നിലപാടുകളും പ്രഖ്യാപനങ്ങളും നടപ്പാക്കലുകളും കൊണ്ടാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കോടി ആളുകൾക്ക് ഗുണം കിട്ടുന്ന, അല്ലെങ്കിൽ കേരള ജനതയുടെ ഒരു പരിച്ഛേദത്തിന്, കേരളത്തിലെ കുടുംബങ്ങൾക്കാകെ ഗുണഫലം കിട്ടുന്ന വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തുന്നു, അതിന് ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നു, അവരുടെ കയ്യിൽ, അവരുടെ പോക്കറ്റിൽ, അവരുടെ അരിക്കലത്തിൽ അത് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതാണ് ഒരു ഭരണാധികാരിയുടെ, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ, ഒരു ഗവൺമെൻറ്റിൻ്റെ, രാഷ്ട്രീയ മുന്നണിയുടെ മികവ്, കാര്യശേഷി, കഴിവ്, കരുത്ത് എന്ന് പറയുന്നത്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളി അടക്കമുള്ള മറ്റ് മാധ്യമ കോലാഹലങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. അതാണ് കാര്യം. ഇപ്പോൾ ഈ പറഞ്ഞ സ്വർണ്ണപ്പാളിയോ അതിൽ ബന്ധപ്പെട്ട ആളുകളുടെ അതിലെ പങ്കോ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന അറസ്റ്റോ ഒന്നും ചെറിയ കാര്യങ്ങളല്ല. അതിനെയൊന്നും ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ പോലെ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ പോലെ അരവാക്ക് കൊണ്ട് പോലും ആരും നമ്മൾ ന്യായീകരിക്കുന്നുമില്ല. അതതിൻ്റെ വഴിക്ക് പോട്ടെ. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ നിയോഗിച്ച SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിൻ്റെ എല്ലാ സ്വതന്ത്ര സ്വഭാവത്തോടെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന ആളുകളൊക്കെ കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാരിനോ LDFൻ്റെ ഭരണത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ ഓഫീസിനോ ഇതിന് എന്തെങ്കിലും താല്പര്യങ്ങളുള്ളതായി ഒരു സൂചനയുടെ കണിക പോലും രാഷ്ട്രീയ ശത്രുക്കൾ പോലും പറയുന്നുമില്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോവുകയാണ്. പക്ഷേ അതിന് സമാന്തരമായി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ വലിയ കെട്ടഴിച്ച് വിട്ടിരിക്കുന്നു. അത് ജനങ്ങൾക്ക്, ഈച്ച് ആൻഡ് എവരി ആളുകൾക്ക് അതിൻ്റെ ഗുണഫലം കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാം. 2021 പോലെ 2026 ഒരു ഭരണ തുടർച്ച കളമൊരുക്കില്ലേ? അതായത് 2020 പോലെ ഈ 25 സെമി ഫൈനലാവില്ലേ? ഈ ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ നമ്മൾ കൂടുതൽ വിശദാംശങ്ങളോടുകൂടി പ്രധാനപ്പെട്ട പല സ്ഥാനാർത്ഥികളുടെയും സാധ്യതകളും, പ്രധാനപ്പെട്ട പല നഗരസഭകളുടെയും കോർപ്പറേഷനുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഒക്കെ സാധ്യതകൾ രാഷ്ട്രീയമായി കൂടുതൽ വിശകലനം ചെയ്തുകൊണ്ട് സമർത്ഥിക്കേണ്ട ചോദ്യത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റായി ഇത് കരുതിയാൽ മതി. കേരളം വീണ്ടും ഒരു വലിയ കുതിപ്പിന്, ഒരു വലിയ വിജയ തുടർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. നന്ദി, നമസ്കാരം.